നികുതി പണം കൊണ്ട് നമ്മുടെ സർക്കാർ ചെയ്ത പണമാണ് ഈ പണം. പോലീസുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾ എഴുതുന്ന തടസ്സപ്പെടുത്താൻ വേണ്ടി പോലീസ് വന്നു. ഞങ്ങൾക്ക് പരാതിയില്ല, ഞങ്ങൾ നിയമം അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാണ്. ഈ കുളച്ചേരി പറമ്പ് മുതൽ ഈശാനമംഗലം അപ്പുറം വരെ എല്ലാ ഇലക്ട്രിക് പോസ്റ്റിന് വീതിയുള്ളതും കാവ്യാണല്ലോ. എന്താ കാവ്യയുടെ മീതെ കരിയോലടിക്കുന്നതിന് വേണ്ടി പോലീസുകാർക്ക് ഇത്ര ഭയം? ഈ പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ നിരവധി തവണ ഫോണിലൂടെയും അല്ലെങ്കിലും പോലീസ് സ്റ്റേഷൻ അധികാരികളെ ശ്രദ്ധയപ്പെടുത്തിയപ്പോ എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്? എന്ത് നിലപാടാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്? ഞങ്ങൾ ഒരു കാര്യമേ പറയുന്നുള്ളൂ, ഇത്തരം കാര്യങ്ങളിലെല്ലാം നിങ്ങൾ പുലർത്തണമെന്നൊരു സമീപനമുണ്ട്. അത് തുല്യനീതിയാണ്, തുല്യ നിയമമാണ്. ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും അധികാരം വേണമെന്നോ, ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് അവിടെ ഒരു പായിട്ടെന്ന് ഞങ്ങൾ ഇരുത്തണമെന്നോ, ഞങ്ങൾ കാണുമ്പോൾ എഴുന്നേറ്റ് സല്യൂട്ട് അടിക്കണമെന്നോ എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ഞങ്ങൾ റോഡിൽ എഴുതുമ്പോ, ഞങ്ങൾ ചുമരെഴുതുമ്പോ നിങ്ങൾ തടയാൻ കാണിക്കുന്ന ആർജവം, അത് ഇവിടുത്തെ ചില കൃമികീടങ്ങള് ഇമാതിരി കുരുത്തക്കേട് കാണിക്കുമ്പോഴും അത് തയ്യാറാക്കാൻ വേണ്ടി പോലീസ് തയ്യാറായി മുന്നോട്ട് വരുന്നില്ലെങ്കിൽ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് കൂടി ചെയ്യേണ്ടി വരും. അതെന്താണെന്ന് മൈക്രോട്ട് ഞങ്ങൾ പറയുന്നില്ല. ചില നിയമങ്ങൾ ഞങ്ങൾക്ക് നടപ്പിലാക്കേണ്ടി വരും. അത് ഓർമ്മിച്ചിട്ട് ഈശാന മംഗലത്തുനിന്ന് ഡിവൈഎഫ്ഐയുടെ പരടിക്ക് കാരണം ആഗ്രഹിക്കുന്നവരെല്ലാം കളിച്ചാൽ മതി. ഇതിനും വലിയ കളി കളിച്ചവനൊക്കെ ഈ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്നു. അവരാരും ഇന്നിപ്പോ ഈ കണ്ണൂർ ജില്ലയിലില്ല. ഞങ്ങൾ ആരെയെങ്കിലും കൊന്നുവെന്നോ, ഞങ്ങൾ ആരെയെങ്കിലും ഇല്ലാതാക്കിയെന്നോ എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഡിവൈഎഫ്ഐയെ സ്നേഹിക്കുന്നവർ, ഡിവൈഎഫ്ഐ സഖാക്കളുടെ പെരടിക്ക് കയറാൻ വന്നവരെയെല്ലാം ആ കണക്ക് പുസ്തകം അപ്പുറവും ഇപ്പുറവും നോക്കാണ്ട് ടാലിയാക്കിയിട്ട് മാത്രമേ മക്കളെ ആ കണക്ക് പുസ്തകം ഞങ്ങൾ അവസാനിപ്പിച്ചുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഈ പ്രസംഗം കേൾക്കുന്ന ഏതെങ്കിലും ആർഎസ്കാരൻ നിങ്ങൾ ഓർമ്മിച്ചോ, ഞങ്ങൾ പാകിസ്ഥാനിൽ പിറന്നവരെന്നല്ല, ഞങ്ങൾ നിയമവിരോധികളുമല്ല, നിയമവിധേയമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഞങ്ങളുടേത്. ഡിവൈഎഫ്ഐ ഇന്നയിടത്ത് പരിപാടി നടത്തും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും തന്നെ നടത്തുക തന്നെ ചെയ്യും. അതിന് മക്കളെ, നിങ്ങൾ അപ്പൂപ്പന്മാർ വന്ന് 16 തവണ നിന്നെയൊക്കെ ഉണ്ടാക്കിയാലും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനത്തെ തടയാൻ നിങ്ങളെ കൊണ്ടാവില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ കുതിരകയറ്റൊന്നും ചിലയാളെടുത്ത് കാണുന്നില്ലല്ലോ. നമ്മുടെ ചില അമ്പലത്തിൽ പോയി വരുന്ന സഖാക്കളെ വിളിച്ചു ചേർത്തിട്ട് ഞങ്ങൾ NDF-നെതിരാ, നിങ്ങൾ വാ എന്ന് പറഞ്ഞ് കൂട്ടിപ്പിടിച്ച് നടത്താൻ നോക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഏത് NDF-നാണോ നിങ്ങളെതിര്? വാസുമാഷി പോയിരുന്ന് പ്രസംഗിച്ച് പോയിട്ടുണ്ടല്ലോ. സുധീഷ് മിനി കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഞങ്ങളടുത്ത് പ്രസംഗിച്ച് പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും വെല്ലുവിളിച്ച് ചോദിക്കുക, ഞങ്ങളുടെയൊക്കെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ABVP-യിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സുഹൃത്ത്. എന്താ പേരെന്ന് പറയാം നിങ്ങൾക്ക്? അശ്വിനി കുമാർ. അശ്വിനി കുമാറിനെ കൊലപ്പെടുത്തിയതിന് പകരമായി ഈ നാട്ടിലെ മുഴുവൻ മുസൽമാന്മാരുടെയും തലയും എടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള തില്ലങ്കേരിയിൽ ഒരു നേതാവില്ലേ? നിങ്ങൾ ആരെയെങ്കിലും കൊല്ലണമെന്നോ കലാപുണ്ടാക്കണമെന്നോ എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഗൾഫിൽ നിന്നൊരു ഇന്റർനെറ്റ് കോള് വന്നപ്പോ നാട്ടുഭാഷ പറഞ്ഞാൽ ഏറുകൊണ്ട കൊടിയെന്നായി ഓടി ഒളിക്കുന്ന പോലെ ഓടി ഒളിച്ചിട്ടുള്ള നിങ്ങള് എന്തടിസ്ഥാനത്തിലാണോ ഡിവൈഎഫ്ഐയുടെ പേര് കയറാൻ വരുന്നേ? സുധീഷ് മിന്നി പറഞ്ഞത് കോടികൾ മറഞ്ഞു എന്നാ. ഏതൊരു കച്ചവടത്തില്? അശ്വിനി കുമാറിനെ കൊലപ്പെടുത്തിയ കച്ചവടത്തില്. അശ്വിനി കുമാറിന്റെ വീട്ടിൽ 15 ലക്ഷം കൊടുത്തു പോലും, ബാക്കി തുകയെടുത്ത് വേറൊരുത്തൻ റബ്ബർ എസ്റ്റേറ്റ് മേടിച്ചു പോലും. ആ കഥയിലേക്കൊന്നും ഞങ്ങൾ കടക്കുന്നില്ല. അശ്വിനി കുമാർ പറഞ്ഞത് തെറ്റായിരുന്നുവെങ്കിൽ എന്തേ നിങ്ങൾ നിയമവിധേയമായി ചോദ്യം ചെയ്യാതിരുന്നത്? അശ്വിനി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ സുധീഷ് മിന്നി പറഞ്ഞത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് ചില ന്യായീകരണങ്ങളുണ്ട്. എന്താ കാരണം? അശ്വിനി കുമാറിനെ കൊന്ന കേസിൽ ഇനിയും പ്രതികളെ പൂർണ്ണമായി അറസ്റ്റ് ചെയ്തിട്ടില്ല. 1. 2, ഇനിയും കുറ്റപത്രം പോലീസ് കൊടുത്തിട്ടില്ല. കോടതിയിൽ വിചാരണ തുടങ്ങിയിട്ടില്ല. കണ്ണൂർ കോടതി, തലശ്ശേരി കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി വിചാരണ നടത്തി ശിക്ഷിച്ച് ഇപ്പോ എല്ലാവരും പുറത്തിറങ്ങിയ കേസ്. ആ കേസ് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് വായുമ്പോൾ നിലവിളിക്കുന്ന നിങ്ങൾ എന്തേ അശ്വിനി കുമാറിന്റെ ഇനിയും പ്രതികളെ പിടിക്കാത്ത കേസിന് വേണ്ടിയിട്ട് CBIയെ വിളിക്കാത്തത്? അത് വിളിച്ചാൽ മറഞ്ഞ കോടികൾ, ലക്ഷങ്ങൾ, റബ്ബർ എസ്റ്റേറ്റ് എല്ലാം പുറത്തു വരുമെന്നുമുള്ള ഭയം തന്നെ. 2ാമത് സച്ചിൻ ഗോപാൽ. ഇവിടെ അടുത്ത ഈ കടവ്, പുല്ലൂപ്പി കടവ് കടന്നാൽ നമുക്ക് കാണാം ഏത് സച്ചിന്റെ ബോർഡ്. എവിടുന്നാ കൊന്നത്? പള്ളിക്കുന്ന് സ്കൂളിന് മുന്നിൽ. ആരാ കൊന്നത്? NDF കൊന്നത്. എന്തിനാ കൊന്നത്? ABVP-നെ മെമ്പർഷിപ്പ് മുറിക്കാൻ വേണ്ടി പോയ കുറ്റത്തിനാ കൊന്നത്. എത്ര പേരാ കേസിനകത്ത്? 7 പേർ. 6 പേർ ബൈക്കിൽ സഞ്ചരിച്ചവർ, ഒരാൾ ബൈക്ക് തരപ്പെടുത്തി കൊടുത്തവൻ. അങ്ങനെ 7 പേർ. എത്ര പേരെ അറസ്റ്റ് ചെയ്തത്? 3 പേരെ. ബൈക്ക് ഓടിച്ച 3 പേർ പിടികിട്ടിയില്ല. ഗൂഢാലോചന നടത്തിയ ഒരാൾ പിടികിട്ടിയില്ല. ഞങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് രാമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന RSS ആണായി പിറന്നവനാണെങ്കിൽ നീ വാ കണ്ണൂര്, ഞങ്ങൾ കാണിച്ചു തരാം നിന്റെ സച്ചിനെ കൊല്ലാൻ കൂടെ പോയിട്ടുള്ള NDF-കാരെ ചെയ്യാൻ വേണ്ടി പറ്റുമോ നിങ്ങൾക്ക്? രോമത്തിന്
തൊടാൻ പറ്റില്ല നിങ്ങൾക്ക്. കാരണം നിങ്ങൾ ഇച്ചു വീട്ടി പോകും. ഡിവൈഎഫ്ഐക്കാരന്റെ പെരടിക്ക് കയറാൻ വരുന്ന എന്റെ ഈ RS-കാരൻ നോക്കിക്കോ, ഇച്ചു വീട്ടിപ്പോ നിങ്ങള്. നിങ്ങൾക്ക് ഇതുപോലെ മൈക്ക് കിട്ടിയാൽ പറയാൻ വേണ്ടി പറ്റും ഞങ്ങൾ LDF-നെതിര്. ഏത് LDF-നാണോ നിങ്ങളെതിര്? വാസുമാഷ് ഇപ്പൊ പ്രസംഗിച്ചല്ലോ, അതുപോലൊരു ശ്രീധരൻ പിള്ളയുണ്ട്, ഓർമ്മയുണ്ടോ? BJP-യുടെ പഴയ കേരള പ്രസിഡന്റ് ശ്രീധരൻ പിള്ള ഓർമ്മയുണ്ടോ? അയാൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. BJP-ക്കാരാ പുസ്തകം വായിക്കുന്നവൻ RSS ആവരാൻ നമുക്കറിയാം. എന്നാലും നമ്മൾ ഉപദേശിക്കാം, നീ പോയിട്ട് അതൊന്ന് വാങ്ങി വായിക്ക്. ആ പുസ്തകം നീ വാങ്ങി വായിച്ച് 6-ാമത്തെ അധ്യായത്തിന്റെ പേര് നീ നോക്ക്. അതിന്റെ പേര് സ്നേഹത്തിന്റെ നറുനിലാവ് എന്നാണ്. പുസ്തകം പ്രസിദ്ധീകരിച്ച കേസരി പബ്ലിക്കേഷനല്ല, പ്രസിദ്ധീകരിച്ചത് കോൺഗ്രസിന്റെ പ്രിയദർശിനി പബ്ലിക്കേഷൻ. അത് ലിങ്ക് അതവിടെ നിൽക്കട്ടെ. ആരാ സ്നേഹത്തിന്റെ നറുനിലാവ്? KG മാരാർജി അല്ല. ലോഹപുരുഷൻ ലാൽ കൃഷ്ണ അദ്വാനിജി അതല്ല. അടൽ ബിഹാരി വാജ്പേയി ജി അതുമല്ല. എന്നാ മോഡിജി അതുമല്ല. പിന്നെ ആരാ? അത് മറ്റാരുമല്ല, മാറാട് കേസ് അട്ടിമറിക്കാൻ കൂടെ നിന്നവരൊന്നും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം പാണക്കാട്ടെ തങ്ങൾ. LDF-നെതിരാണ്, മാപ്പിളാർക്കെതിരാണെന്ന് പറയുമ്പോ മുട്ടം വടിയെടുത്ത് തുള്ളിക്കളിക്കുന്ന ഇവിടുത്തെ തവളക്കുഞ്ഞുങ്ങൾ ഓർത്തോ, നിങ്ങൾ പൊട്ടക്കണത്തിലെ മാറ്റിയട. അവിടെ നിങ്ങളുടെ നേതാക്കന്മാർ LDF-ന്റെ അടുത്ത് കാശ് വാങ്ങുക, നിങ്ങൾ ഒറ്റുകൊടുക്കുക, അങ്ങനെ നാട്ടിൽ വർഗീയത ഉണ്ടാക്കുക. എന്തിനാ വർഗീയത ഉണ്ടാക്കുന്നത്? ഇവിടെ വിലക്കയറ്റമുണ്ട്, ഇവിടെ അഴിമതിയുണ്ട്, ഇവിടെ തൊഴിലില്ലായ്മയുണ്ട്, ഇവിടെ കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ആരും മിണ്ടരുത്. അതാണ് നിങ്ങളുടെ ആശയം. വിലക്കയറ്റം പറയാൻ വേണ്ടി ഒരു വീട്ടിൽ സ്കൂള് പോകുമ്പോ അയാളുടെ മനസ്സുരുകുക. എന്തിനാ ഉരുകുന്നത്? എന്റെ പ്രായപൂർത്തി പോലും ആകാത്ത മകളെ പിച്ചു ചിന്തി അയൽപക്കത്തെ ഹൈന്ദവൻ, അയൽപക്കത്തെ മുസൽമാൻ, അയൽപക്കത്തെ ക്രൈസ്തവൻ, അവനെ ഇല്ലാണ്ടാക്കാൻ എളിയിൽ കത്തിയുമായി നടക്കുന്നവന്റെ മനസ്സിൽ എങ്ങനെ വരാനാ വിലക്കയറ്റം? എങ്ങനെ വരാനാ തൊഴിലില്ലായ്മ? എങ്ങനെ വരാനാ കൃഷിക്കാരന്റെ ആത്മഹത്യ? അത് വരില്ല എന്ന് പണ്ട് ബ്രിട്ടീഷുകാരൻ ചിന്തിച്ചതുപോലെ ഇവൻ ചിന്തിക്കുക. അതിനുവേണ്ടിയാണ് നമ്മളെ തമ്മിലടിപ്പിക്കുന്നത്. ആ കാര്യം, ആ ശാസ്ത്രം മനസ്സിലാക്കാൻ ചേലേരിയിലെ RS-കാർ തയ്യാറാകണം. അതുകൊണ്ട് ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി യോജിച്ച പോരാട്ടമാണ് നടത്തേണ്ടത്. ആ പോരാട്ടം നടത്താൻ നിങ്ങളും വരണം. ഡിവൈഎഫ്ഐയുടെ സുപ്രഭാതക്ക് കീഴെ വാസു മാസ്റ്റർക്ക് പിറകെ, അശോകന് പിറകെ, സുധീഷ് മില്ലിക്ക് പിറകെ, ഒരു സംശയവും വേണ്ട, ഈശാനമംഗലത്തുള്ള മുഴുവൻ ആളുകളും ഡിവൈഎഫ്ഐയുടെ പിറകിൽ വരിക തന്നെ ചെയ്യും. ആ വരുന്നത് ഇല്ലാതാക്കാൻ ചില കുട്ടിക്കൊരന്മാർ ഞങ്ങളുടെ കൊടി കീറാനും, ഞങ്ങളുടെ ഫ്ലക്സ് നശിപ്പിക്കാനും, ഞങ്ങളുടെ ഡെക്കറേഷൻ ഇല്ലാതാക്കാനും ഒക്കെ വന്നാൽ മക്കളെ, ഇതിന്റെ ചുറ്റുവട്ടത്തുനിന്ന് ഒന്ന് പുറത്തിറങ്ങണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ആ തീരുമാനം ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി പാടില്ല എന്ന് മാത്രം മിതമായി പറഞ്ഞു വെച്ചുകൊണ്ട്